UDF ഒരു മുന്നേറ്റം കുറിക്കും എന്ന് പറയുന്നുണ്ട്. അത് എത്രത്തോളം ആയിരിക്കും, ഏതൊക്കെ മണ്ഡലങ്ങളിലായിരിക്കും എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുമോ? അത് പറയാൻ കഴിയും. UDF കോൺഗ്രസിന് 51 മുതൽ 55 വരെ സീറ്റാണ് കിട്ടുന്നത്. അതിലേറെയൊക്കെയാണ്. ഒന്നാമത്തെ ഇരിക്കൂർ സജീവ് ജോസഫ്, 2 കണ്ണൂർ TO മോഹനൻ, 3 പേരാവൂർ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ്, 4 കൽപ്പറ്റ T സിദ്ദിഖ്, 5 സുൽത്താൻ ബത്തേരി IC ബാലകൃഷ്ണൻ, 6 മാനന്തവാടി ഉഷ വിജയൻ, 7 നാദാപുരം KM അഭിജിത്ത്, 8 കൊയിലാണ്ടി K പ്രവീൺ കുമാർ അവിടുത്തെ DCC പ്രസിഡന്റാണ്, നിലമ്പൂർ ആര്യാടൻ ഷൗക്കത്ത്, 10 വണ്ടൂർ AP അനിൽകുമാർ, 11 പൊന്നാനി KP നൗഷാദ് അലി, 12 പൊന്നാനിയിലും വലിയൊരു അട്ടിമറിയാണല്ലോ ഇപ്പോൾ ഉണ്ടാവും. അത് 12 തവനൂർ VS ജോയി, 13 പട്ടാമ്പി TP ഷാഹിദ്. തവനൂര് നിൽക്കുന്നത് ജലീലാണ്, കെറ്റി ജലീൽ തോറ്റുപോകും. ജലീൽ വേണ്ടാന്ന് പറഞ്ഞതാ, എന്നിട്ട് നിർത്തിയതാ. തൃത്താല BT ബലറാം, 15 നെന്മാറ A തങ്കപ്പൻ DCC പ്രസിഡന്റാണ്. തൃത്താലയിൽ അപ്പം രാജേഷ് തോക്കും എന്നർത്ഥം. അതെ. 16 വടക്കാഞ്ചേരി PN വൈശാഖ്, 17 ചാലക്കുടി സനീഷ് കുമാർ ജോസഫ്, 18 അങ്കമാലി റോജി M ജോൺ, അതുപോലെ മണലൂര് TN പ്രതാപൻ, ആലുവ അൻവർ സാദത്ത്, പറവൂർ VD സതീശൻ, പെരുമ്പാവൂർ മനോജ് മൂത്തേടൻ, വൈപ്പിൻ ടോണി ചമ്മണി, അടുത്തത് കൊച്ചി മുഹമ്മദ് ഷിയാസ് DCC പ്രസിഡന്റാണ്. അടുത്തത് തൃപ്പൂണിത്തറ ദീപക് ജോയി, തൃക്കാക്കര ഉമാ തോമസ്, കുന്നത്തുനാട് VP സജീന്ദ്രൻ, മൂവാറ്റുപുഴ മാത്യു കുഴൽനാടൻ, ഉടുമ്പൻചോല സേനാപതി വേണു, പീരുമേട് സിറിയക് തോമസ്, ഇടുക്കി റോയി K പൗലോസ് DCC. റോഷി അഗസ്റ്റിൻ തോറ്റുപോകും. പിന്നെ കോട്ടയം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പുതുപ്പള്ളി ചാണ്ടി ഉമ്മൻ, റാന്നി പഴകുളം മധു, അടൂർ CV ശാന്തകുമാർ, കോന്നി സതീഷ് കൊച്ചുപറമ്പിൽ, ആറന്മുള അബിൻ വർക്കി, ഹരിപ്പാട്. അപ്പോൾ അവിടെ മന്ത്രി വീണ ജോർജും തോറ്റുപോകും. ഹരിപ്പാട് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ആലപ്പുഴ AD തോമസ്, കരുനാഗപ്പള്ളി CR മഹേഷ്, കുണ്ടറ BC വിഷ്ണുനാഥ്, കൊല്ലം ബിന്ദു കൃഷ്ണ, പത്തനാപുരം ജ്യോതികുമാർ ചാമക്കാല, വർക്കല കഹാർ, പാമനപുരം സുധീർഷ പാലോട്, കോവളം M വിൻസെന്റ്. പിന്നെ ഇത് കൂടാതെ കാട്ടാക്കട MR ബൈജു, നെയ്യാറ്റിങ്കര കാട്ടാക്കടയിൽ IB സതീഷിന് സാധ്യതയില്ല. നെയ്യാറ്റിങ്കര N ശക്തൻ, പിന്നെ ചിറ്റൂർ നേരത്തെ ചിറ്റൂർ സുമേഷ് അച്യുതൻ കോൺഗ്രസ് ആണ്. പിന്നെ ഇത്രയാണ് കോൺഗ്രസിൻ്റെ ഉള്ളത്. പിന്നെ മുസ്ലിം ലീഗ് 1 കുറ്റ്യാടി പാറക്കൽ അബ്ദുള്ള, 2 കോഴിക്കോട് സൗത്തിൽ VK ഫൈസൽ ബാബു, കുന്നമംഗലം MA റസാഖ്, കൊടുവള്ളി PK ഫിറോസ്, തിരുവമ്പാടി CK കാസിം, മഞ്ചേരി M റഹമത്തുള്ള, കോട്ടയ്ക്കൽ KK ആബിദ് ഹുസൈൻ തങ്ങൾ, പെരിന്തൽമണ്ണ നജീബ് കാന്തപുരം കഴിഞ്ഞ തവണ 38 വോട്ടിന് ജയിച്ചത്, ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്, 1000-ൽ കവിയും. പിന്നെ മങ്കട മഞ്ഞളാങ്കുഴി അലി, പഴയ 5ാം മന്ത്രി. അതെ. ഏറനാട് PK ബഷീർ, വേങ്ങര KM ഷാജി, തിരൂരങ്ങാടി PMA സമീർ, തിരൂർ കുറുക്കോളി മൊയ്തീൻ, താനൂർ PK നവാസ്, മലപ്പുറം PK കുഞ്ഞാലിക്കുട്ടി, വള്ളിക്കുന്ന് TV ഇബ്രാഹിം, കൊണ്ടോട്ടി TP അഷ്റഫ് അലി, മണ്ണാർക്കാട് N ഷംസുദ്ദീൻ, ഗുരുവായൂർ CH റഷീദ്, കളമശ്ശേരി VE അബ്ദുൽ ഗഫൂർ. ഇതുകൂടാതെ 21ാമത് ഒരു സീറ്റ് കൂടെ ജയിക്കും. ആദ്യം ഞാൻ എഴുതിയിട്ടില്ല, പുതിയതായിട്ട്. ഇത് ഈ പട്ടിക വായിക്കുമ്പോൾ ഇത് മുഴുവൻ ഒരു UDF തരംഗമാണ് കേരളത്തിലല്ലേ? തരംഗമെന്ന് പറയാൻ പറ്റത്തില്ല. 140-ൽ 82 എന്ന് പറഞ്ഞാൽ തരംഗമെന്ന് പറയാനില്ലല്ലോ. 100 വന്നു കഴിഞ്ഞാൽ തരംഗമെന്ന് പറയാം. 100 വന്ന തരംഗമാണ്. കാസർഗോഡ് കല്ലട്ര ഹാജി എന്ന് പറയും. ഇങ്ങനെയാണ്. കേരള കോൺഗ്രസ് ജോസഫിന് 4 സീറ്റ് ഉറപ്പാണ്. 1 തൊടുപുഴ അപ്പു ജോൺ ജോസഫ്, 2 കടുത്തുരുത്തി മോൻസ് ജോസഫ്, 3 കോതമംഗലം ഷിബു തെക്കുംപുറം, 4 കുട്ടനാട് റെജി ചെറിയാൻ. RSPക്ക് 2 സീറ്റാണ്. 1 ചവറ ഷിബു ബേബി ജോൺ, 2 കുന്നത്തൂർ ഉല്ലാസ് കോവൂർ. അപ്പം നമ്മുടെ കഴിഞ്ഞ 5 തവണയായിട്ട് വിജയിച്ചുകൊണ്ടിരിക്കുന്ന കോവൂർ കുഞ്ഞിമോൻ
തോക്കുക മാത്രമല്ല ആ പാർട്ടി അതോടുകൂടി അതൊരു പാർട്ടി എന്ന് പറയാനൊന്നുമില്ല, ഇല്ലാതെ. സ്വതന്ത്രനായിട്ട് ചെയ്യും. ഈ LDF-നോടൊപ്പം നിൽക്കുകയായിരുന്നു, പക്ഷേ അതുകൊണ്ട് ഘടകകക്ഷിയും ആക്കിയിട്ടില്ല. അതൊരു ഒരു RSPയുടെ ഏതാണ്ട് ഒരു റെവല്യൂഷണറി പേരുണ്ട്. ഏതാണ്ടൊരു പേരുണ്ട്. അപ്പൊ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ സ്ഥിതി ആയിരിക്കും അതിനും. കാരണം ആന്റണി രാജു മത്സരിക്കുന്നില്ലല്ലോ, അപ്പൊ ആ പാർട്ടിയും തീർന്നു എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കും കോവൂർ കുഞ്ഞുമോന്റെ അതെ അതെ. പിന്നെ ഇത് കൂടാതെ കേരള കോൺഗ്രസ് ജേക്കബ് പിറവത്ത് അനൂപ് ജേക്കബ് അത് ഒരു സീറ്റ് മാത്രം, അത്രയേ ഉള്ളൂ, ഒരു സീറ്റ് മത്സരിക്കുന്നുള്ളൂ. അവർക്ക് വേറെ സീറ്റ് ചോദിക്കത്ത് പോലും ഇല്ല. വേണ്ട, വേറെ ആരും ജയിക്കണ്ടെന്നുള്ള അവരുടെ നയം. പിന്നെ വടകര RMB വടകരയിൽ ജയിക്കും KK രമ. അതിനകത്തൊരു സംശയം വരുന്നില്ല. ഇല്ല. പിന്നെ CMB തിരുവനന്തപുരത്ത് CP ജോൺ, സ്വതന്ത്രൻ അമ്പലപ്പുഴയിൽ G സുധാകരൻ. പിന്നെ BJP 2 സീറ്റ് ജയിക്കും, നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ. ഇത് രണ്ടുമാണ് ഇപ്പൊ BJPക്ക് ഉറപ്പാണ്. പിന്നെ CPM 32 മുതൽ 36 വരെ സീറ്റാണ്. അതിലൊന്ന് തൃക്കരിപ്പൂർ VPP മുസ്തഫ, 2 പയ്യന്നൂർ TA മധുസൂദനൻ, കല്യാശ്ശേരി M വിജിൻ, ധർമ്മടം മുഖ്യമന്ത്രി പിണറായി വിജയൻ, തലശ്ശേരി കാരായി രാജൻ, മട്ടന്നൂർ VK സനോജ്, പേരാമ്പ്ര TP രാമകൃഷ്ണൻ, ബാലുശ്ശേരി KM സച്ചിൻ ദേവ്, കോഴിക്കോട് നോർത്ത് തോട്ടത്തിൽ രവീന്ദ്രൻ, ബേപ്പൂർ PA മുഹമ്മദ് റിയാസ്, ഒറ്റപ്പാലം K പ്രേംകുമാർ, ഷൊർണൂർ P മമ്മുക്കുട്ടി, ആലത്തൂർ TM ശശി, കോങ്ങാട് K ശാന്തകുമാരി, തരൂർ PP സുമോദ്, മലമ്പുഴ A പ്രഭാകരൻ, ചേലക്കര UR പ്രദീപ്, കുന്നംകുളം AC മൊയ്തീൻ, പുതുക്കാട് KK രാമചന്ദ്രൻ, മാവേലിക്കര MS അരുൺകുമാർ, ചെങ്ങന്നൂർ സജി ചെറിയൻ, കായംകുളം U പ്രതിഭ, കൊട്ടാരക്കര KN ബാലഗോപാൽ, ഇരവിപുരം M നൌഷാദ്, ആറ്റിങ്ങൽ OS അംബിക, പാറശാല CK ഹരീന്ദ്രൻ, അരുവിക്കര G സ്റ്റീഫൻ, അരൂർ ദലീമ ജോജോ, ഏറ്റുമാനൂർ രക്ഷയില്ല, VN വാസവൻ, 30 അഴീക്കോട് KV സുമേഷ്, ഉദുമ CH കുഞ്ഞമ്പു, തളിപ്പറമ്പ് PK ശ്യാമള. ഇതാണ് ഉറപ്പുള്ളത് 32 സീറ്റ്. CPIക്ക് 10 മുതൽ 13 വരെ 10 ഉറപ്പുള്ളത് വായിക്കാം. 1 കാഞ്ഞങ്ങാട് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, 2 കൊടുങ്ങല്ലൂർ VR സുനിൽ കുമാർ, 3 കയ്പമംഗലം KK വത്സരാജ്, 4 വൈക്കം P പ്രദീപ്, 5 ചേർത്തല P പ്രസാദ് മന്ത്രിയാണ്, പുനലൂർ C അജയ് പ്രസാദ്, 7 ചടയമംഗലം J ചിഞ്ചുറാണി, ചടയമംഗലം J ചിഞ്ചുറാണി മന്ത്രിയാണ്, ചിഞ്ചുറാണി ജയിക്കും. 8 ചാത്തന്നൂർ R രാജേന്ദ്രൻ, 9 ചിറയൻകീഴ് മനോജ് B ഇടമന, 10 നെടുമങ്ങാട് GR അനിൽ. കേരള കോൺഗ്രസ് M, 1 ചങ്ങനാശ്ശേരി ജോബ് മൈക്കിൾ, 2 കാഞ്ഞിരപ്പള്ളി ഡോക്ടർ ജയരാജ്, 3 പാല ജോസ് കെ മാണി. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ 1 സീറ്റേ ജയിക്കത്തുള്ളൂ, തിരുവല്ലയിൽ മാത്യു ടി തോമസ്. പിന്നെ അതുകൂടെ NCP 1 സീറ്റ് ജയിക്കുക, എലത്തൂരിൽ AK ശശീന്ദ്രൻ, RJD കൂത്തുപറമ്പിൽ PK പ്രവീൺ ജയിക്കും. 8 സീറ്റുകളിലെ ഫലം പ്രവചനാതീതമാണ്. അതിൽ വട്ടിയൂർക്കാവ്, തൃശ്ശൂർ മണ്ഡലങ്ങളിൽ 3 മുന്നണികളും ഒപ്പത്തിനൊപ്പമായിരിക്കും. ഇവിടെ ഈ 3 മുന്നണിയിൽ ആർക്കും എല്ലാവർക്കും ഒരേ സാധ്യതയാണ്, അതുകൊണ്ട് അത് പ്രവചനാതീതമാണ്. പിന്നെ കഴക്കൂട്ടം, മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ UDFും BJPയും തുല്യരാണ്. ഇതിൽ ആര് ജയിക്കുമെന്ന് പറയാനൊക്കത്തില്ല. അവിടെ LDF വരത്തില്ല. ഈ 2 മണ്ഡലം കഴക്കൂട്ടം അല്ല, അങ്ങനെയല്ല, പറഞ്ഞ് തെറ്റിപ്പോയി. കഴക്കൂട്ടത്ത് ഒന്നുകിൽ LDF അല്ലെങ്കിൽ BJP, മഞ്ചേശ്വരത്ത് ഒന്നുകിൽ UDF അല്ലെങ്കിൽ BJP. പിന്നെ ഒല്ലൂർ, നാട്ടിക, ദേവികുളം, ഇരിങ്ങാലക്കുട മണ്ഡലങ്ങളിൽ UDFും LDFും തുല്യ ശക്തികളാണ്. അവരിൽ ഒരാൾ വിജയിക്കും. ഞാൻ 8 സീറ്റിൽ പ്രെഡിക്റ്റ് ചെയ്തിട്ടില്ല. അത് വളരെ ഒരേപോലെ ചിലയിടത്ത് 2 കക്ഷികൾ ഒരുപോലെ, 2 മണ്ഡലങ്ങളിൽ 3 കക്ഷി ഒരുപോലെ വന്നിട്ടുണ്ട്. അത് വട്ടിയൂർക്കാവും പിന്നെ തൃശ്ശൂർ. ഓക്കെ സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.